ആനകൾ വിഷമവും സങ്കടവും വരുമ്പോൾ കണ്ണീരൊഴുക്കി നമ്മളെപ്പോലെ കരയുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു സംശയമില്ല. തീർച്ചയായിട്ടും കരയും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. സത്യത്തിൽ അങ്ങനെ കരയാനുള്ള കഴിവ് ആനകൾക്കില്ല. ആനയ്ക്ക് കണ്ണീർ ഗ്രന്ഥികൾ പോലുമില്ല. മനുഷ്യർ മാത്രമാണ് വൈകാരിക പ്രതികരണമായിട്ട് കണ്ണീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏക ജീവി. മറ്റ് സസ്തനികളിലും കൺകോളത്തിനും പുരിക വരമ്പിനും ഇടയിലുള്ള ചില ഗ്രന്ഥികളോ കൺപോളകളിൽ തന്നെയുള്ള ചില ഗ്രന്ഥികളോ ഒക്കെ ചില ദ്രാവകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് കണ്ണ് ഉണങ്ങാതെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കണ്ണിൽ പൊടിയോ അതുപോലുള്ള മറ്റു അന്യവസ്തുക്കളോ ഒക്കെ വന്ന് വീണാൽ അത് കഴുകി ഒഴുക്കി കളയാനും വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു ലൂബ്രിക്കേറ്റിംഗ് ദ്രാവകമാണ്. ചില ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥികൾ കൂടിയ അളവിലും ഈ സ്രവം ദ്രാവകം ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കണ്ണിൽ അധികമായിട്ടുണ്ടാകുന്ന ഈ ദ്രാവകം കണ്ണിൻ്റെ കോണിലുള്ള കനാലിക്കുലെ എന്ന് പറയുന്ന ഒരു ഡ്രെയിനേജ് ട്യൂബ് വഴി നമ്മുടെ മൂക്കിലേക്ക് എത്തുകയാണ് ചെയ്യുക. അതായത് കണ്ണിലധികമുള്ള വെള്ളം ഉടനെ തന്നെ മൂക്കിലേക്ക് എത്തും. അതുകൊണ്ടാണ് ചില സിനിമകളിലൊക്കെ KPSC ലളിതയുടെ കഥാപാത്രങ്ങളൊക്കെ കരച്ചിലിനിടയിലൊക്കെ മൂക്ക് പിഴിയുന്നതായിട്ട് കാണിക്കുന്നത്. നമുക്കും അറിയാം ചില ഐ ഡ്രോപ്സുകൾ കണ്ണിൽ ഉറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമ്മുടെ മൂക്കിലും വായിലും ഒക്കെ എത്തുന്നത് ഈ കനാലിക്കുല വഴിയാണ്. പാപ്പാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കരഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ഒരേ നിൽക്കുന്ന ആനകളുടെയൊക്കെ പൈങ്കിളി കഥകൾ നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ കുട്ടിയായിരുന്നപ്പോഴും അമ്മ മരിച്ചുപോയ സ്ഥലത്ത് എല്ലാ വർഷവും കൃത്യ ഡേറ്റിൽ തന്നെ വന്ന് കണ്ണീർ വാർക്കുന്ന അരിക്കൊമ്പൻ്റെ കഥ ഫാൻസുകാർ ഇപ്പോഴും പാടി നടക്കുന്നുണ്ട്. രോഗം കൊണ്ടോ മുറിവേറ്റോ വേദന കൊണ്ടോ ഒക്കെ കണ്ണീർ വാർക്കുന്ന ആനകളുടെ കഥകൾ, സംഭവ വിവരണങ്ങൾ പലരും പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുമുണ്ട്. അതുപോലെ മലയാള സിനിമയിൽ ആന കഥാപാത്രമായിട്ട് വരുന്ന എല്ലാ സിനിമകളിലും ഏതെങ്കിലും ഒരു രംഗത്ത് ഒന്നുകിൽ പാപ്പാൻ മരിച്ചിട്ട് അല്ലെങ്കിൽ ഉടമ മരിച്ചിട്ട് അല്ലെങ്കിൽ ഉടമയുടെ കുഞ്ഞ് മരിച്ചിട്ട് ഒക്കെ സങ്കടം കൊണ്ട് ആന കണ്ണീരൊഴുക്കുന്നതിൻ്റെ ഒരു ക്ലോസപ്പ് ദൃശ്യം മസ്റ്റാണ്. ആനകൾ സങ്കടം വരുമ്പോൾ നമ്മളെപ്പോലെ കണ്ണീരൊഴുക്കാൻ കഴിവുള്ളവരല്ല എന്ന് മാത്രമല്ല അവർക്ക് കണ്ണീർ ഗ്രന്ഥികളേ ഇല്ല. കണ്ണിൻ്റെ പുറംപാളി ഉണങ്ങാതെ സംരക്ഷിക്കാനായിട്ട് ഒരുവിധം എല്ലാ ജീവികൾക്കും ഇത്തരത്തിലുള്ള ലൂബ്രിക്കേറ്റിംഗ് ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്. അതുമാത്രമേ ആനക്കുമുള്ളൂ. നമ്മളറിയാതെ തന്നെ നമ്മുടെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അടച്ചു തുറക്കുന്നത് കൺപോളയുടെ ഉള്ളിലുള്ള ആ ദ്രാവകം കൊണ്ട് കണ്ണിൻ്റെ പുറം ഭാഗത്തെ ഒന്ന് നനച്ച് തുടക്കാനാണ്. അല്ലെങ്കിൽ കണ്ണ് ഉണങ്ങിപ്പോകും. അതുപോലെ കണ്ണിൽ എന്തെങ്കിലും പൊടിയോ മറ്റ് സാധനങ്ങളോ വന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ കഴുകിക്കളയാൻ അല്ലെങ്കിൽ ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ടും ഈ ദ്രാവകം ഉൽപ്പാദിപ്പിക്കും, കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ചില വൈകാരിക അവസ്ഥകളിൽ സൈക്കിക് ടിയേഴ്സ് എന്ന് പറയുന്ന കണ്ണീര്, യഥാർത്ഥത്തിലുള്ള കണ്ണീര് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് എല്ലാ ജീവികൾക്കുമില്ല. ആ കഴിവ് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവുകൾ ഉത്തേജിതമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കണ്ണീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കണ്ണ് ഉണങ്ങിപ്പോകാതെ സംരക്ഷിക്കാനുള്ള ലൂബ്രിക്കേഷൻ ദ്രാവകമുണ്ട്. അല്ലെങ്കിൽ കണ്ണിൽ ഏതെങ്കിലും പൊടിയോ മറ്റോ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒഴുകിക്കളയാനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമുണ്ട്. അതുപോലെ ചില റിഫ്ലക്സുകൾ, ഉള്ളി മുറിച്ചാലൊക്കെ നമ്മുടെ കണ്ണിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്സുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കണ്ണീരുണ്ട്. ഇതിലെയൊക്കെ രാസഘടകം എന്ന് പറയുന്നത് പൊതുവായിട്ട് അതിലെ ആൻറ്റി ബാക്ടീരിയൽ എൻസൈമുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളുമാണ് ഉണ്ടാകുക. നമ്മുടെ കണ്ണീർ പാളിയിലെ 3 ലെയറുകളിലെ വിവിധ സ്വഭാവമുള്ള ഘടകങ്ങൾ വ്യത്യസ്ത കണ്ണീർ ഗ്രന്ഥി ഭാഗങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ സങ്കടം കൊണ്ടുണ്ടാകുന്ന കണ്ണീരിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രാസ സ്വഭാവമുള്ളതാണ്. വലിയ അളവിൽ പ്രോട്ടീൻ അടിസ്ഥാനമായിട്ടുള്ള ഹോർമോണുകളാണ് ആ കണ്ണീരിൽ ഉണ്ടാവുക. പ്രകൃതിയായുള്ള വേദനാസംഹാരികളായിട്ടുള്ള കോർട്ടിസോളുകളുടെ നിർമ്മാണ വസ്തുക്കളടക്കം അതിലുണ്ടാവും. അതായത് കണ്ണീര് നമ്മുടെ വേദനയെ കൂടി കുറക്കാനും വേണ്ടിയുള്ളതാണ്. ഈ കണ്ണീരൊഴുക്കൽ ദുഃഖത്തെ കുറക്കാനും മനസ്സ് ശാന്തമാക്കാനും ശാരീരിക വേദനകളെ അടക്കം കുറക്കാനും സഹായിക്കുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് അധികമായി ഉണ്ടാകുന്ന കണ്ണീര് കണ്ണിൽ നിന്ന് മൂക്കിലേക്കുള്ള നേരിയ കനാൽ വഴി മൊത്തമായിട്ട് പെട്ടെന്ന് തന്നെ മൂക്കിലേക്ക് ഒഴുക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന കണ്ണിലെ ഒരു വെള്ളപ്പൊക്കമാണ് കണ്ണീര്. അതാണ് കണ്ണിൻ്റെ മൂലകളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത്. ഇതൊരു വ്യക്തിയുടെ സങ്കടത്തിൻ്റെ പ്രകടന ചിഹ്നമായും സാമൂഹ്യ ജീവിതം നയിക്കുന്ന നമ്മിൽ മറ്റുള്ളവരിലേക്ക് സഹാനുഭൂതി, ദുഃഖം എന്നിവയൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും ഇതുവഴി, ഈ കാഴ്ച വഴി, കണ്ണീരിൻ്റെ കാഴ്ച വഴി. എന്നാൽ ആനയുടെ തലച്ചോറിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നതായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇമോഷണലായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ആന പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി സങ്കടം കൊണ്ട് ആനയുടെ കണ്ണിൽ ഇത്തരത്തിൽ കണ്ണീരൊഴുകുന്നതിന് ഒരു തെളിവുമില്ല. അതായത് വിഷമം കൊണ്ട്
സങ്കടം കൊണ്ട് ആനയുടെ കണ്ണിൽ അധികം കണ്ണീരൊഴുകില്ല. എങ്കിലും ഏത് ആനയെയും എപ്പോഴും നോക്കിയാലും അത് കരയുന്നത് പോലെയാണ് തോന്നുക. അതിൻ്റെ കൺകോണിലെ ആ നനവ് എപ്പോഴും നമുക്ക് കാണാം. ചക്കരച്ചോറ് കിട്ടിയാലും പനമ്പട്ട കിട്ടിയാലും തോട്ടിയിട്ട് കൊളുത്തി വലിച്ചാലും പാപ്പാനോ കുഞ്ഞോ ചത്താലും ഒക്കെ ഒരേ കണ്ണീരൊഴുക്കൽ. അതായത് ഈ കണ്ണീരൊഴുക്കൽ ആനയുടെ വികാരങ്ങളോ സന്തോഷ സങ്കട പ്രകടനങ്ങളോ ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആനക്ക് നമ്മെപ്പോലെ കണ്ണിലേക്കെത്തുന്ന കണ്ണ് നനക്കാനായി വരുന്ന സ്രവം മൂക്കിലേക്ക് എത്തിക്കാനുള്ള കനാലിക്കുലെ എന്ന് പറയുന്ന ഡ്രെയിനേജ് ട്യൂബ് ഇല്ല. അതിൻ്റെ തുമ്പിക്കൈയിലേക്ക് കണ്ണിൽ നിന്നൊരു കുഴലില്ല. അതുകൊണ്ടാണ് സർവ്വസമയവും കണ്ണ് നനക്കാനായിട്ട് കണ്ണടച്ചു തുറക്കുമ്പോഴൊക്കെ വരുന്ന ദ്രാവകം പുറത്തേക്ക് ഒഴുകി സർവ്വസമയവും കരയുന്ന ഒരവസ്ഥ ആനക്കുണ്ടാകുന്നത്. അതിനാൽ തന്നെ കൺകോണിൽ നിന്നും എപ്പോഴും നനഞ്ഞ് അവിടെയൊക്കെ ഫംഗസ് പിടിച്ച് നിറം മാറിയൊക്കെ നമുക്ക് കാണാം. അതൊക്കെയും നിലക്കാതെ സങ്കടക്കരച്ചലിൻ്റെ കണ്ണീർച്ചാലുകളല്ല. ഇതൊക്കെയാണെങ്കിലും ആനകൾ മനുഷ്യരൊഴിച്ചിട്ടുള്ള മറ്റു സസ്തനികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇമോഷണലായിട്ടുള്ള പരസ്പര ബോണ്ടേജും സാമൂഹ്യ ജീവിതവും സ്നേഹപ്രകടനങ്ങളും ചില ആചാരങ്ങൾ പോലും ചെയ്യുന്നവയായിട്ടൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. എങ്കിലും സങ്കടം വരുമ്പോൾ കണ്ണീരൊഴുകി കരയാൻ മാത്രം ആനക്കാവില്ല. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇത്തരത്തിൽ ചെറിയ ജീവികൾ തൊട്ടിട്ട് വലിയ സസ്യനിയായിട്ടുള്ള ആന വരെയുള്ള പലതരം ജീവികളുടെ കൗതുകങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും വണക്കം.